ഹലോ, ഈ ചീര നമ്മുടെ മുറ്റത്ത് പെട്ടെന്ന് വളർന്ന് കിട്ടും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണ്. അതേസമയം ഇതിനൊരു കട്ടുണ്ട്. കട്ട് കളഞ്ഞിട്ട് വേണം നമ്മളിത് കറി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ചീരയെല്ലാം അടർത്തിയെടുത്ത് വെട്ടിത്തിളക്കണ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി അത് അരിഞ്ഞെടുക്കണം വാട്ടിയതിന് ശേഷം. ഇനി വേണ്ടത് കുറച്ച് തേങ്ങ, വേപ്പില, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റി അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ജീരകം, കറിയിലിടുന്ന ജീരകവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞളും ചേർത്തൊന്ന് ഒതുക്കിയെടുക്കണം. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടിട്ട് അരിഞ്ഞ ചീരയും ചേർത്ത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോഴേക്കും വെള്ളമെല്ലാം പറ്റി വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാകും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡി. ട്രൈ ചെയ്ത് നോക്കൂ. എൻജോയ്.